കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡ്. നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ അപലപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബ്രിട്ടന്റെ ഔദ്യോഗിക എക്സ് പേജിൽ ഇഡി റെയ്ഡിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നു. മെയ് 2026 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സർക്കാർ ഏജൻസികൾ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ പരിശോധനകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബ്രിട്ടൻ അപലപിക്കുന്നതായി കുറിപ്പിൽ പറയുന്നു. ഇഡിയുടെ ദില്ലി ആസ്ഥാനത്തിന് പുറത്ത് പിണറായി വിജയനെ അനുകൂലിച്ച് പരസ്യമായി പ്രതിഷേധിച്ച അനവധി CPM നേതാക്കളുടെ അറസ്റ്റിനെയും അപലപിക്കുന്നതായി കുറിപ്പിലുണ്ട്. വലതുപക്ഷ യാഥാസ്ഥിതിക സർക്കാരുകൾ നിയമ സംവിധാനങ്ങളെയും പോലീസ് അടിച്ചമർത്തലിനെയും പുരോഗമന ജനകീയ ശക്തികൾക്കെതിരെ ആയുധങ്ങളായി ഉപയോഗിക്കുന്നത് രാജ്യാന്തര പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. ചെക്ക് റിപ്പബ്ലിക് മുതൽ ജോർദാൻ, കെനിയ തുടങ്ങി ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും ഇങ്ങനെയാണ് കുറിപ്പ് വിമർശിക്കുന്നത്. സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, കമ്മ്യൂണിസ്റ്റുകൾക്ക് സംഘടിക്കാനുള്ള രാഷ്ട്രീയ അവകാശം, ഇവയ്ക്ക് നേരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഏജൻസികൾ വഴി നടത്തുന്ന അടിച്ചമർത്തുന്നതും ജനാധിപത്യ വിരുദ്ധവുമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെയും സഹോദര പാർട്ടിയായ CPMന്റെയും പോരാട്ടത്തോട് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്പൂർണ്ണമായി ഐക്യപ്പെടുന്നുവെന്നും പ്രസ്താവനയിലുണ്ട്. അടിച്ചമർത്തലിനുള്ള വലിയ വില നൽകിക്കൊണ്ടാണ് 100 കൊല്ലം മുൻപ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഇന്ന് മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധവും അടിച്ചമർത്തുന്നതുമായ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പോരാട്ടത്തിൽ CPM ഒപ്പം നിൽക്കുകയാണെന്നും കുറിപ്പിൽ പറയുന്നു. ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അലക്സ് ഗോർഡൻ, ഇന്റർനാഷണൽ സെക്രട്ടറി കെവാൻ നെൽസൺ എന്നിവരാണ് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ വലിയ സപ്പോർട്ടൊന്നുമില്ല എങ്കിലും കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ തോറ്റ് വീട്ടിനുള്ളിലാണ് സഖാക്കന്മാരെങ്കിലും അങ്ങ് ബ്രിട്ടനിൽ വരെ പിടിപാടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചെറിയ കാര്യമായി കാണാൻ സാധിക്കുന്നതല്ല. ഒരിക്കൽ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന രാജ്യത്ത് നിന്നാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രയും ഒരു സപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. ഇഡി റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. എന്തൊക്കെയാണ് ഇഡി എടുക്കാൻ പോകുന്ന നടപടികൾ എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തായിരുന്നു വീണ പകരം നൽകിയ സേവനം എന്നതും കേരളം അറിയാൻ കാത്തിരിക്കുന്ന ഒരു ഉത്തരം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.